ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വയലൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒളിമ്പ്യാഡ് എക്സാംസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഡേറ്റ്സ് എങ്ങനെയാണ് വരുന്നത്, അത് എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും, സ്കൂൾ ത്രൂ ആണോ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലെ മേജർ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം, ഈ ഒരു എക്സാമിനെ കുറിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നോക്കാം. യൂണിഫൈഡ് കൗൺസിൽ എന്ന് പറയുന്ന പ്രൈവറ്റ് എൻറ്റിറ്റി നടത്തുന്ന ഒളിമ്പ്യാഡാണ് യൂണിഫൈഡ് കൗൺസിൽ ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. അതിൽ 2026-27 അക്കാഡമിക് ഇയറിൽ ഈ വർഷത്തെ UIMO NSTC പോലെയുള്ള എക്സാംസിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. സോ എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നോക്കാം. അപ്പം മേജർലി യൂണിഫൈഡ് കൗൺസിൽ നിങ്ങളുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഈ ഒരു ഒളിമ്പ്യാഡ്സിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സയൻസിൽ, എത്രത്തോളം മാത്സിൽ, അതുപോലെ തന്നെ എത്രത്തോളം ഇംഗ്ലീഷിൽ, അങ്ങനെയുള്ള ലാംഗ്വേജസിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, ജനറൽ നോളജിൽ ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം കോമ്പീറ്റൻ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അത് അസസ് ചെയ്യുക എന്നുള്ളതാണ് മേജർ എയിം എന്ന് പറയുന്നത്. സോ ഇത് മേജറായിട്ട് UIMO എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഈ ഒരു അസസ്മെൻറ്റ് മാത്രമല്ല, അതിലൂടെ തന്നെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് സ്കോളർഷിപ്പും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും ഒക്കെ കൊടുക്കുന്ന ഒരു എക്സാം കൂടിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോക്കാം. എന്താണ് യൂണിഫൈഡ് കൗൺസിൽ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ടെസ്റ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ജസ്റ്റിംഗ് മെമ്മറി, അതായത് നിങ്ങളെ മെമ്മറി, അതായത് നിങ്ങൾ എല്ലാം ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിട്ട് അത് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങളുടെ കോൺസെപ്റ്റ് എത്രത്തോളം, നിങ്ങളുടെ സ്കിൽ എത്രത്തോളം നിങ്ങൾ അടിപൊളിയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെങ്കിൽ ഒളിമ്പ്യാഡാണ്. സോ നമുക്ക് നോക്കാം. യൂണിഫൈഡ് കൗൺസിൽ എക്സാംസ് ആർ യൂണിക്ലി ഡിസൈൻ ടു ഇവാലുവേറ്റ് ഹൗ വെൽ സ്റ്റുഡൻസ് ഹാവ് ഗ്രാസ്പ് കോർ കോൺസെപ്റ്റ്, അതായത് കോർ കോൺസെപ്റ്റുകൾ നിങ്ങൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് റാദർ ദാൻ ഹൗ മച്ച് ദേ ക്യാൻ മെമ്മറൈസ്. നമുക്ക് എത്രത്തോളം മെമ്മറൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല അവിടെ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം കോൺസെപ്റ്റിൽ അടിപൊളിയാണ് അതാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി ദേ പ്രൊവൈഡ് ഡീറ്റെയിൽ ഡയഗ്നോസ്റ്റിക് reports SPR that pinpoint exact strengths and weakness, offering a clear road map for academic improvement. അതായത് നമുക്ക് ഒരുപാട് എയിമുകൾ ഉണ്ടാകും, ഒരുപാട് ഫോക്കസുകൾ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഈ ഒരു സ്കില്ലിൽ അടിപൊളിയാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ഈ ഒരു സയൻസിൽ അല്ലെങ്കിൽ മാത്സിൽ അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിൽ നമ്മൾ എത്രത്തോളം അടിപൊളിയാണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് അതിലൂടെ അസസ്മെൻറ്റ് ത്രൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അതാണ് ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു എക്സാമാണ് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഒളിമ്പ്യാഡാണ് NSTSC അല്ലെങ്കിൽ നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. അതായത് സയൻസിൽ മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ എയിം. സോ എ സയന്റിഫിക്കലി ഡിസൈൻ സ്കിൽ ബേസ്ഡ് അസസ്മെന്റ് ഫോർ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 1 to 10, അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസ്, അതായത് 1 to 10 ഗ്രേഡ് വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് മെഷേഴ്സ് കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഇൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, അതായത് സയൻസിലും മാത്തമാറ്റിക്സിലും കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടാലന്റ് സെർച്ച് എക്സാമിനേഷനെ കൊണ്ട് അവർ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഇവാലുവേറ്റ്സ് ഫണ്ടമെന്റൽ നോളേജ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നിങ്ങളുടെ ഫണ്ടമെന്റൽ നോളേജ്, അതായത് കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, അത് അതേപോലെ തന്നെ നിങ്ങളുടെ തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എത്രത്തോളം അടിപൊളിയാണ്, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഡീറ്റെയിൽ സ്കിൽ വൈസ് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ്, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൂടി എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു പാർട്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് അറിയാമെന്നുള്ളത് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അലൈൻ വിത്ത് CBSE ICSE ആൻഡ് സ്റ്റേറ്റ് ബോർഡ് സിലബസ്, അതായത് CBSE ആവട്ടെ ICSE ആവട്ടെ സ്റ്റേറ്റ് ബോർഡിലെ സ്റ്റുഡൻസ് ആവട്ടെ എല്ലാവരുടെയും സിലബസ് കമ്പൈൻ ചെയ്തിട്ട് അലൈൻ ചെയ്തിട്ടാണ് ഈ എക്സാമിൻ്റെ സിലബസ് വരുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് UIMO അല്ലെങ്കിൽ യൂണിഫൈഡ് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. ഡിസൈൻ ടു ഐഡന്റിഫൈ ആൻഡ് എൻകറേജ് ദ മാത്തമാറ്റിക്കൽ ക്രിയേറ്റിവിറ്റി ഓഫ് ചിൽഡ്രൻ ത്രൂ പ്രോബ്ലം സോൾവിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് ചാലഞ്ചസ്, അതായത് ലോജിക്കൽ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ നിങ്ങൾ എത്രത്തോളം കരുത്തരാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്കിൽഡ് ആണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒളിമ്പ്യാഡ് ഉള്ളത്. ഈ ഒളിമ്പ്യാഡിനെ മേജർലി ഫോക്കസ് ചെയ്യുന്നത് അഡ്വാൻസ് മാത്ത് കോൺസെപ്റ്റ്സ് ആൻഡ് ലോജിക്കാണ്. അഡ്വാൻസ് മാത്ത് കോൺസെപ്റ്റും അതുപോലെ തന്നെ ലോജിക്കാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രൊമോട്ട്സ് അനലിറ്റിക്കൽ തിങ്കിങ് ആൻഡ് മെമ്മറൈസേഷൻ, അതായത് അനലിറ്റിക്കൽ തിങ്കിങ്ങിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് മേജർലി ഫോക്കസ് ചെയ്യുന്നത്. ഓവർ മെമ്മറൈസേഷനിൽ കൂടുതൽ എന്ത് ചെയ്യുക അവിടെയാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഇനി ഓപ്പൺ ടു സ്റ്റുഡൻസ് അക്രോസ് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്സ്, അതായത് ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ ബോർഡ്സിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ബാക്കിയുള്ള ഇവർ നടത്തുന്ന ബാക്കിയുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത്, അത് എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇംഗ്ലീഷ് ഒളിമ്പ്യാഡാണ്. ഇംഗ്ലീഷ് ഒളിമ്പ്യാഡിന് UIEO എന്നാണ്, യൂണിഫൈഡ് ഇന്ത്യൻ
ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ് എന്നാണ് UIEO എന്ന് പറയുന്നത്. സോ അത് അസസ് ചെയ്യുന്നത് എന്താണ്, ഇംഗ്ലീഷ് യൂസേജ് നിങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിൽ തന്നെ കോംപ്രഹെൻഷൻ അബിലിറ്റീസ് എത്രയുണ്ട് നിങ്ങൾക്ക്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഗ്രാമർ ബിയോണ്ട് ദ ടെക്സ്റ്റ് ബുക്ക് സിലബസ്, അതായത് ടെക്സ്റ്റ് ബുക്ക് സിലബസിന് അപ്പുറമുള്ള ഒരുപാട് ഗ്രാമർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് UIEO ഉള്ളത്. നെക്സ്റ്റ് എക്സാം വരുന്നതാണ് UCO സൈബർ ഒളിമ്പ്യാഡ് എന്നാണ് കേട്ടോ. യൂണിഫൈഡ് കൗൺസിൽ നടത്തുന്ന സൈബർ ഒളിമ്പ്യാഡ് ആണ് ഇത് നമ്മുടെ UCO എന്ന് പറയുന്നത്. അത് ഫോക്കസ് ഓൺ എക്സ്പാൻഡിങ് എ സ്റ്റുഡൻസ് മെന്റൽ ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് ആൻഡ് കോർ കമ്പ്യൂട്ടർ സയൻസ് നോളജ്. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾ സ്കൂളിലെ ലാബ്സിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ യൂസേജ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് എത്രത്തോളം നിങ്ങൾക്ക് അറിയാം, അതാണ് ചെക്ക് ചെയ്യുന്നത് UCO എന്ന് പറയുന്നത്. ദെൻ നിങ്ങളെ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്തതാണ് UIGKO, യൂണിഫൈഡ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനറൽ നോളജ് ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ജനറൽ നോളജിന് വേണ്ടിയിട്ടാണ് ഇവാലുവേറ്റ്സ് അവയർനെസ് അക്രോസ് ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്, സയൻസ്, ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി. അതായത് കറണ്ട് അഫയേഴ്സ്, അതുപോലെ ജിയോഗ്രഫി, സയൻസ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യും, പല മേഖലയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പല ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും ഈ ഒരു ഒളിമ്പ്യാഡിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജനറൽ നോളജിന് ആക്ച്വലി എന്ത് ചെയ്യുന്നത് അവരെ ചെക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു മേജർ ആയിട്ടുള്ള 5 കൈൻഡ്സ് എക്സാംസ് ആണ് മേജർ ആയിട്ട് 1 to 10 വരെയുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്നൊക്കെയാണ് ഇതിൻ്റെ ഡേറ്റ്സ് വരാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആസ് പെർ ഷെഡ്യൂൾ കേട്ടോ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഷെഡ്യൂൾ പ്രകാരം ആസ് പെർ നമുക്ക് മനസ്സിലാക്കേണ്ടത് NSTSEയുടെ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഫ്ലൈൻ മോഡായിട്ട് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് സ്കൂൾ ത്രൂ ആണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അതായത് യൂണിഫൈഡ് കൗൺസിലുമായിട്ട് കൊളാബറേറ്റഡ് ആയിട്ടുള്ള സ്കൂൾസ് ഉണ്ടാവും, അവിടെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സ്കൂളിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് മോഡിൽ നമ്മുടെ സ്കൂളുമായിട്ട് യൂണിഫൈഡ് കൗൺസിൽ കൊളാബറേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ഓഫ്ലൈൻ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡേറ്റ് വരുന്നത് ഒരു മിഡ് ഡിസംബർ 2026 ആയിരിക്കും അതിൻ്റെ ഡേറ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ലേറ്റ് ജാനുവരിയിലാണ് ഓൺലൈൻ മോഡ്. അതിൻ്റെ തന്നെ ഓൺലൈൻ വേർഷൻ എന്തായിരിക്കും നെക്സ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ വേർഷൻ വരുന്നത്, അതായത് ഓഫ്ലൈനിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ലേറ്റ് ജാനുവരിയിൽ 2027 അതിൻ്റെ എക്സാം വരുന്നുണ്ടാവുക. ഇനി UIMO മാത്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ലേറ്റ് ജാനുവരിയിലാണ് ഓഫ്ലൈൻ വരുന്നത്. അതിന് നമ്മൾ ഒരു മിഡ് ജാനുവരിയിലാണ് നമുക്ക് ഓൺലൈനിൽ വരുന്ന ടെസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫറൻ്റ് ആണ് കേട്ടോ. UIMOൻ്റെ കേസിൽ ലേറ്റ് ജാനുവരിയിലാണ് ഓഫ്ലൈൻ വരുന്നത്, മിഡ് ജാനുവരിയിലാണ് എന്താ ഓൺലൈൻ വരുന്നത്. ഓൺലൈനാണ് നേരത്തെ നടക്കുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് എന്ത് ചെയ്യണം, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി UIEOയിലേക്ക് വരുന്ന സമയത്ത് മിഡ് നവംബറിലാണ് നടക്കുന്നത്. ഒരു മിഡ് നവംബർ, അതായത് ഏറ്റവും മുന്നേ നടക്കുന്നത് ഏതാണ്, നമ്മളെ ഈ ഒരു ഇംഗ്ലീഷാണ്. നമ്മളിപ്പം ഈ പറഞ്ഞ 2 എക്സാമിലും ഇംഗ്ലീഷാണ് നടക്കുന്നത്. ഏർലി ജാനുവരിയിലാണ് അതിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് വരുന്നത്. ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി UCO സൈബർ ഒളിമ്പ്യാഡ് വരുന്നത് അല്ലെങ്കിൽ ഒരു മിഡ് സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഓൺലൈനായിട്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ നമ്മുടെ സ്കൂൾ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സ്കൂളിൽ യൂണിഫൈഡ് കൗൺസിൽ കൊളാബറേറ്റഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈൻ മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈൻ മോഡിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ആണെങ്കിൽ കൊളാബറേറ്റഡ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂൾസിൽ മാത്രമാണ് ഓഫ്ലൈൻ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ലേറ്റ് ഡിസംബറിലാണ് ഓൺലൈൻ മോഡ് എന്തിൻ്റെ നടക്കുന്നത്, നമ്മുടെ ഈ ഒരു UCO നടക്കുന്നത് കേട്ടോ, സൈബർ ഒളിമ്പ്യാഡിൻ്റെ നടക്കുന്നത്. സോ ഇത് ആസ് പെർ ഷെഡ്യൂൾ ആണ് കേട്ടോ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള ഷെഡ്യൂൾ ത്രൂ ആണ്. ഇനി UIGKയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഇനി എപ്പോഴാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം നടക്കുന്നതിൻ്റെ ഒരു നിയർ ടു 30 to 45 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡെഡ് ലൈൻ എൻഡ് ആവും. ഓക്കെ, സോ രജിസ്ട്രേഷൻ എൻഡ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം നടക്കുന്നതിൻ്റെ ഒരു 45 ഡേയ്സ് മുന്നേ ആയിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു നിയർ ടു 30 ഡേയ്സ് മുന്നേ ആണ് അതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആവുക. സോ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ഓപ്പൺ ആണ്, അവിടെ രജിസ്ട്രേഷൻ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ പോർട്ടലിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഓഫ്ലൈൻ മോഡാണെങ്കിൽ എൻട്രീസ് ആർ സബ്മിറ്റഡ് കളക്റ്റീവ്ലി ത്രൂ ദ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ സ്കൂള് യൂണിഫൈഡ് കൗൺസിലുമായിട്ട് കൊളാബറേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ സ്കൂൾ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈൻ മോഡാണെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ക്യാൻ രജിസ്റ്റർ ഡയറക്ട്ലി ഓൺ ദ യൂണിഫൈഡ് കൗൺസിൽ പോർട്ടൽ. യൂണിഫൈഡ് കൗൺസിൽ ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി കട്ട് ഓഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബൾക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് നിയർ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലായിരിക്കും എന്ത് ചെയ്യുക,
മോസ്റ്റ് ഓഫ് ദ ഒളിമ്പ്യാഡ്സിൻ്റെയും ഡേറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നത്. സോ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് എന്താ അക്കാഡമിക് ഇയറിൻ്റെ ഓരോ അക്കാഡമിക് ഇയറിൻ്റെയും എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ എന്ത് ചെയ്യാം നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതെല്ലാം നമ്മൾ പറഞ്ഞ എല്ലാ എക്സാംസും എന്ത് ചെയ്യണം, നമ്മൾ എക്സാംസ് ഒക്കെ എഴുതണം എന്ന് വിചാരിക്കും. പക്ഷേ ഒരു എക്സാംസിലേക്കൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്താണ് നിർബന്ധമായിട്ട് വേണം. സോ കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ XNY എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞ NSTC ആണെങ്കിലും അതുപോലെ തന്നെ UIMO പോലെയുള്ള എക്സാംസ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വെല്ലായിട്ടുള്ള ഒരു കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. സോ അതിനായിട്ട് നമുക്ക് എന്തുണ്ട് റെക്കോർഡഡ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ലെഡ് ക്ലാസ്സസ് ഇൻ മാത്തമാറ്റിക്സ്, physics, chemistry, biology and mental ability led by IITians, NITians and doctors. അതുപോലെ തന്നെ കേരളാസ് പ്രീമിയർ 1-to-1 മെന്റർഷിപ്പ്, നിങ്ങളെ ഓരോ കാര്യങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട് നിങ്ങൾക്ക് നമ്മളെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാവും. ദെൻ നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോർ കോൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് അസസ്മെന്റ് ആൻഡ് എക്സാമിനേഷൻസ് ഉണ്ട്. ദെൻ ഗൈഡൻസ് ആൻഡ് പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ടാലന്റ് സെറ്റ് എക്സാമിനേഷൻ, ഒളിമ്പ്യാഡ്സ്, ന്യൂമാറ്റ്സ്, NMMS, CM Kids, NSTAC, UIM പോലെയുള്ള എക്സാംസിനൊക്കെയുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾ ഫൗണ്ടേഷൻ ത്രൂ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ലേണിംഗ് ത്രൂ സിമുലേഷൻസ്, വിഷ്വൽ ടൂൾസ്, ഫെറ്റ്, ജിയോജിബ്ര പോലെയുള്ള സിമുലേഷൻ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ററാക്റ്റീവ് ലേണിംഗ് ആണ് നമ്മൾ പോസിബിൾ ആക്കുന്നത്. ആക്സസ് ടു ഗ്ലോബൽ പിയർ നെറ്റ്വർക്ക് ഓഫ് ഹൈ അച്ചീവിംഗ് സ്റ്റുഡൻസ്, അതായത് നിങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഒരു സർട്ടൺ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക, അതിൽ നിങ്ങൾ ബ്രില്യൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു പിയർ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ത്രൂ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ എന്തായിരിക്കണം, അത്രത്തോളം ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം. സോ അത്രത്തോളം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓരോ എക്സാംസിനും ഓരോ കോൺസെപ്റ്റിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും 12,000+, അതായത് നമുക്ക് സയൻസിലും മാത്സിലും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയി 12,000+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഡെഡിക്കേറ്റഡ് സോഷ്യൽ സയൻസ്, അതായത് പലപ്പോഴും സ്റ്റുഡൻസിനൊക്കെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രത്തോളം കോർ കോൺസെപ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കായിട്ട് വരാറുണ്ട്. സോ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 6 to 10 വരെയുള്ള സ്റ്റുഡൻസിന്. അപ്പം നമ്മുടെ ഈ വർഷത്തെ ഫൗണ്ടേഷൻ ഓൾമോസ്റ്റ് നമ്മൾ അറൌണ്ട് 5,000+ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അറൌണ്ട് 5,500+ സ്റ്റുഡൻസ് ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ June 30 ആണ് നമ്മളെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള 7736021333 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പിൻഡായിട്ട് അതുപോലെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻഡായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്ത് ചെയ്യും തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പാർട്ടാവുന്ന സമയത്ത് തന്നെ പൊതുവെ എല്ലാവർക്കും ഡൗട്ടുള്ള അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഒരു ടഫർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത് അല്ലേ. മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പല കുട്ടികൾക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും കോൺസെപ്റ്റുകളും അറിയാത്തത് അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റാത്തത്. സോ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബേസിക് മാത്ത് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. സോ അതിന് അറൗണ്ട് ആ കോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3,000 rupees ആണ്. സോ ആ 3,000 rupeesൻ്റെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് അവൈൽ ചെയ്യാൻ പറ്റുക ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. സോ ആ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ആ ഒരു കോഴ്സിനും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഫൗണ്ടേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആളുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്ക് എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ ക്വാളിഫൈ ചെയ്യാം. സോ എല്ലാവരും റെഡി ആണെങ്കിൽ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള എക്സാംസ് എഴുതണം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. CBSE ആവട്ടെ ICSE ആവട്ടെ സ്റ്റേറ്റ് ബോർഡ് ആവട്ടെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ് യൂണിഫൈഡ് കൗൺസിൽ നടത്തുന്ന എക്സാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എക്സാം ചെയ്താൽ ഒരു വേൾഡ് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ.